ശ്രീ ജയചന്ദ്രൻ, രണ്ടാഴ്ച സമയമാണ്. ഇപ്പോൾ മന്ത്രി അല്പം മുമ്പ് പറഞ്ഞു 587 കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. നമ്മളെല്ലാവരും വല്ലാതെ വേദനിച്ചു പോകുന്ന അതിലൊരു കാര്യം, ഇതിലെ ഈ കുടുംബങ്ങളിൽ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ 21 ആളുകളാണ് ആ ക്യാമ്പിലുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ തുടങ്ങി തെരച്ചിൽ സമഗ്രമായി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് താൽക്കാലിക പുനരധിവാസത്തിലേക്കും ഒരു സ്ഥിരമായ പുനരധിവാസത്തിലേക്കും ഒക്കെ ഏറ്റവും സമഗ്രവും ശാസ്ത്രീയവുമായി പോകും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ നടപടികളിൽ മുന്നോട്ട് പോകുന്നു. മന്ത്രി പറഞ്ഞു ഒരു ഭയവും ആർക്കും വേണ്ട. ഇപ്പോൾ ക്യാമ്പിൽ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടും ക്യാമ്പാണ് മാനദണ്ഡം എന്നെടുക്കേണ്ട. ബന്ധുക്കളുടെ വീടുകളിൽ പോയി കഴിഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ക്യാമ്പിൽ നിന്ന് ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോയവരുണ്ട്. അവരൊക്കെയും ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഉണ്ടാകും എന്ന് മന്ത്രി പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം ആശങ്കകൾ ആളുകളിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഓരോ പ്രശ്നത്തെയും വളരെ ശരിയാം വിധം സൂക്ഷ്മമായി വിലയിരുത്തി ഇടപെട്ടാണോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്, ഇതുവരെ കാര്യങ്ങൾ പോകുന്നത്? താങ്കളുടെ ഒരു വിലയിരുത്തലിൽ. നിശ്ചയമായും ശരത്ത്, റവന്യൂ മന്ത്രി ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ അത്യന്തം സംയോജിതമാണ്. കാരണം ഇപ്പോൾ ഈ വയനാട് ദുരന്തം കഴിഞ്ഞ് ഏറ്റവും സൂക്ഷ്മതലത്തിൽ തന്നെ അതിന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. അതിനുശേഷം ബാക്കി അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക്, ഈ ദുരിതബാധിതർക്കും പൊതുസമൂഹത്തിനാകെ തന്നെയും ഉള്ള ചില ആശങ്കകൾക്ക് കൃത്യമായ മറുപടിയാണ് മന്ത്രി ഈ ചർച്ചയിലൂടെ പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ ക്യാമ്പുകൾ പിരിയേണ്ടതുണ്ട്, ആശുപത്രിയിൽ നിന്നുള്ള ആൾക്കാർ മാറേണ്ടതുണ്ട്, അവർക്ക് താൽക്കാലിക പുനരധിവാസമാണ് ഒരുക്കേണ്ടത്. 357 വീടുകൾ പൂർണ്ണമായും 120 വീടുകൾ ഭാഗികമായും തകർന്നു. അതിനെ സംബന്ധിച്ച് മന്ത്രി പറഞ്ഞല്ലോ. അതെല്ലാം ഇനി എങ്ങനെയാണ് പുനഃസ്ഥാപിക്കുക, അടുത്ത ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം പാക്കേജസ്, അതാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ആ ഉണ്ടാവാനിടയുള്ള പ്രശ്നങ്ങൾക്കും ഇപ്പോൾ മുൻ MLA ശ്രീ ശശിയേട്ടൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി തന്നെ റവന്യൂ മന്ത്രി മറുപടി പറഞ്ഞതോടുകൂടി ഒരാശങ്കയും ഇല്ലാതെ തന്നെ ഈ കാര്യങ്ങൾ ഉടനടി ഈ മാസം തന്നെ നടപ്പാക്കുമെന്നും ഈ താൽക്കാലിക പുനരധിവാസം ഈ മാസം അവസാനത്തോടുകൂടി തന്നെ നടപ്പിലാകും എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കുക തന്നെ വേണം. കാരണം അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ആദ്യത്തെ ചർച്ചയുടെ തുടക്കത്തിൽ മന്ത്രി ശ്രീ VN വാസവൻ അഭിപ്രായപ്പെട്ടത്. ഈ കേരള ബാങ്കിൻ്റെ കാര്യത്തിൽ എഴുതിത്തള്ളാൻ തീരുമാനിച്ചു എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗം തന്നെയാണത്. എങ്ങനെയാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അഡ്രസ്സ് ചെയ്ത് ഇനി മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതിന് ശക്തമായ ഒരു ദിശാബോധമുള്ള കാഴ്ചപ്പാടാണ് കേരള ബാങ്ക് ഇക്കാര്യത്തിൽ മുമ്പോട്ട് വെച്ചത് എന്ന് വാസവൻ മിനിസ്റ്റർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അതിനോട് ചേർന്ന് നിന്ന് തന്നെയാണ് റവന്യൂ മന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പക്ഷേ ഇനി വരാനുള്ളത് അടുത്ത ഘട്ടം കഴിയുമ്പോൾ, ഇപ്പോൾ ഈ മാസം തന്നെ ആ പുനരധിവാസ പാക്കേജ് അതിൻ്റെ ആദ്യഘട്ടം, ഹ്രസ്വമായ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ പിന്നീട് വരുന്നത് ദീർഘകാലത്തേക്കുള്ള പുനരധിവാസ പാക്കേജ് എങ്ങനെയൊക്കെ ഉള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് മുണ്ടക്കയിലെ സ്കൂള്, വെള്ളാർമലയിലെ സ്കൂള്, ഈ 2 സ്കൂളുകളും മാറ്റണം. അതിപ്പോൾ വെള്ളാർമലയിലെ സ്കൂൾ മാറ്റുന്ന കാര്യം ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത സ്കൂളും മാറ്റേണ്ടി വരുമല്ലോ. അപ്പോൾ അത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പല വിദഗ്ധരും, ഈ മേഖലയിലെ വിദഗ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയമാണെങ്കിലും ഞാനതൊന്നുകൂടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വീട്ടുകാരെ ഇപ്പോൾ അവിടെ വീട് നഷ്ടപ്പെട്ടവരെ എല്ലാവരെയും താൽക്കാലിക പുനരധിവാസം കഴിഞ്ഞതിന് ശേഷം ദീർഘകാലത്തേക്ക് പുനരധിവാസം നടത്തുമ്പോൾ ഇവരെ എല്ലാം ഒരുമിച്ച് താമസിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെ. അപ്പോൾ അത് എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ പൂർണ്ണമായ ഒരു രൂപരേഖ, ഒരു സമഗ്രമായ രൂപരേഖ ആയിട്ടില്ലെങ്കിലും ഒറ്റയടിക്ക് ഇത്രയും കുടുംബങ്ങളെ ഒന്നിച്ച് താമസിപ്പിക്കാനുള്ള പ്രായോഗികമല്ല എന്നുള്ള ഒരു സമീപനം ഗവൺമെൻറ്റിന് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തന്നെ
അവരെ താമസിപ്പിക്കേണ്ടി വരും. ദീർഘകാല പദ്ധതി എന്നുള്ള നിലയ്ക്ക്, സ്ഥിരം പുനരധിവാസം എന്നുള്ള നിലയ്ക്ക്. പുനരധിവാസം മാത്രമല്ലല്ലോ, അവരുടെ ജീവനോപാധികൾ ഉൾപ്പെടെ തിരിച്ചു പിടിക്കണം, അവർക്ക് വരുമാനം ഉണ്ടാവണം, അതിൽ നിന്ന് വരുമാനത്തിനുള്ള തൊഴിൽ വേണം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നിച്ച് ഇവരെ ഒരു കോളനിയായിട്ട് താമസിപ്പിക്കാൻ, കോളനി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഇരിക്കെ തന്നെ ഞാൻ പെട്ടെന്നൊരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരുമിച്ച് താമസിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണം? ആ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും അത്തരം പ്രശ്നങ്ങളെല്ലാം ഗവൺമെൻറ് വളരെ സമഗ്രമായും സജീവമായും ഇടപെടുകയും നിർവഹിക്കുകയും ചെയ്യുമെന്ന് എല്ലാവർക്കും ഉറപ്പുമുണ്ട് കേട്ടോ. റൈറ്റ്.